ഈശ്വര. ചേട്ടാ എന്താടാ ചേട്ടാ, ചേട്ടൻ വല്ല പിടുത്തം കിട്ടിയ? നീയല്ലേ എന്റെ കൈ കയറി പിടുത്തം വിട്ടത്? അതല്ലെന്ന്, അവൾ വന്ന് കുഞ്ഞുമായി മുറിയിൽ കയറി ഉടനെ കുഞ്ഞു കരച്ചിൽ നിർത്തി. അതിന്റെ വാ പൊത്തിപ്പിടിച്ച് കാണും. ഛേ, അതൊന്നും അല്ലെന്ന്. അംബിക വിചാരിച്ചിട്ട് നടക്കാത്തത് ഹേമ വന്നപ്പോൾ പെട്ടെന്ന് നടന്നു. അതങ്ങനെ സംഭവിച്ചു. അതിന്റെ വായു എല്ലാം കുത്തി കയറ്റി കാണും. കറക്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചത് കറക്റ്റ്. നീ എന്ത് പൊട്ടത്തരാടാ ഈ പറയണേ? ചേട്ടൻ വക്കീലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേട്ടാ, അവൾ എന്തായിരിക്കും കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തത്? വല്ല തുണി കഷ്ണമായിരിക്കും. തുണി മണ്ണാൻ കെട്ട. ചേട്ടാ, അവളുടെ കയ്യിലുള്ള എന്തെങ്കിലും ആയിക്കൂടെ? ഓടാ വേണ്ട, അവളുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചതാ. ഓ ചേട്ടാ, വേറെ ചിലതില്ലേ? എന്ത്? ഓ, സ്വന്തം ചേട്ടനായിപ്പോയി. അല്ലെങ്കിൽ തുറന്ന് പറയാമായിരുന്നു. ചേട്ടൻ അല്ലാന്ന് വിചാരിച്ചോ? വക്കീലാണെന്ന് കരുതി തുറന്നു പറ. മിൽമ. അയ്യേ, മിൽമയുടെ കവർ ആരെങ്കിലും കുഞ്ഞിന്റെ വായി വെച്ചു കൊടുക്കൂടാ? പ്ലാസ്റ്റിക് അല്ലടാ മണ്ട. എന്തിന് എന്തിന് ഹേമ അത് ചെയ്യണം? അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ. ഹേമയ്ക്ക് ആൺകുഞ്ഞും അംബിയയ്ക്ക് ജനിച്ചത് പെൺകുഞ്ഞും. മതി, ഇത്രയും മതി. ഇനി നമുക്ക് കളിക്കാം. ഒരു കളിയും വേണ്ട, നമുക്കിത് നേരെ അമ്മയുടെ അടുത്ത് പറയാം. അങ്ങനെ വെറുതെ എന്ന് പറഞ്ഞാ പോരാ. ആ നാറിക്കും അവന്റെ കൂട്ടുകാരെ നാറിക്കും കണക്കിന് കൊടുക്കുകയും വേണം. നീ പാടാ. എന്ത് പറ്റി? ഒന്ന് ചതഞ്ഞിട്ടുണ്ടല്ലോ. ബൈക്കിൽ നിന്ന് വീണോ? ഏയ്, ആരോ നല്ല പോലെ തടവി വിട്ടതാണെന്നാണ് തോന്നുന്നത്. കയ്യിലിരിപ്പാതല്ലേ, നാട്ടുകാരടുത്ത് ഓമനിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ ഫ്രണ്ട്ഷിപ്പ്, ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. പോകുന്നത് ഒരുമിച്ച്, വരുന്നത് ഒരുമിച്ച്, തല്ലുകൊള്ളുന്നത് ഒരുമിച്ച്. അയ്യോ, എന്തിനാ കുഞ്ഞിനെ ജനിപ്പിക്കുന്നവരെ ഒരുമിച്ചല്ലേ? അതെ, ഇന്ന് മാറ്റുന്നില്ലേ? എന്ത്? അല്ല, ബൈക്ക് അങ്ങോട്ട് മാറ്റുന്നില്ലേ? അല്ല, ഇതിവിടെ ഇരുന്ന് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇരുന്ന ബാലുവിന്റെ ആണെന്ന് തെറ്റിദ്ധരിക്കും. പപ്പന് വേണ്ടപ്പെട്ടത് സ്വന്തം വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതല്ലേ ഭംഗി? അതെ, ബ്രേക്ക് പൊട്ടുന്ന വണ്ടിയിലാ കളി, അത് മറക്കണ്ട. നിങ്ങൾ ഇത് എന്തുള്ള പുറപ്പെടാ? ചിലക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉറക്കി കിടത്താന്ന് വിചാരിക്കണ്ട. ഇനി ഞങ്ങൾ ഉണർന്നു തന്നെ ഇരിക്കും. നിനക്കും ഇനി ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. വീടും കൂടി ഇല്ലാതെ എവിടെ കിടന്ന് ഉറങ്ങാൻ? അതെ പപ്പ, വന്നേ. അവന്മാർക്ക് വട്ടളകിതാ. നീ പോയിക്കോ, ഞാൻ മോനെടുത്തുണ്ടോ വന്നേക്കാം. വേണ്ടടാ, അവന്മാരെന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നൊരു ദിവസം കുട്ടികൾ മാറിക്കിടക്കട്ടെ. പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്. നാളെ രാവിലെ കാണാം. കിടക്കണു 50 ലക്ഷവും കാറും. പാവം, കുഞ്ഞിനെ നുള്ളണ്ടായിരുന്നു. എടാ മണ്ട, കുഞ്ഞിന്റെ കരച്ചിലേട്ട് ഹേമ വരും. അവള് വന്ന് കുട്ടിക്ക് പാൽ കൊടുത്തോണ്ടിരിക്കുമ്പോ അത് അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. എന്നാലേ നമ്മൾ പറയുന്നതിൽ അമ്മയ്ക്ക് വിശ്വാസം വരൂ. അംബിക, കരയല്ലേ മോനെ? വാവോ, എന്തു മോനെ കരയല്ലേ? അംബികേ, കുഞ്ഞു കരയെന്ന് കേട്ടില്ലേ? പാല് കൊടുക്ക. അമ്മേ, അമ്പി എവിടാ? കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ. അതൊക്കെ പറയാം. അമ്മിങ് വന്നേ, അച്ഛനെ വന്നേ. എന്താടാ പറയാം, വാ. കുഞ്ഞു കരയുന്നു. നോക്ക്, ഇവരിങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന അവൾ എങ്ങനെ പാല് കൊടുക്കും? ഞങ്ങൾ ഒളിഞ്ഞു നോക്കിയെങ്കിലേ അത് കാര്യമുണ്ടടാ. വൃത്തികെട്ടവന്മാര് 5 എണ്ണത്തിലെ നിന്റെ ഭാര്യ വളർത്തിയല്ലേടാ. എന്നിട്ടും അച്ഛാ, അയ്യോ, ഞങ്ങൾ അതല്ല നോക്കിയത്. 4 എണ്ണത്തിന് നീയും നിർത്ത്. ഞങ്ങളെ തല്ലാനും കൊല്ലാനും മരുന്നതിനും അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും ചേർന്ന് അമ്മയെ ചതിക്കുകയാണ്. ഒരു ആൺകുഞ്ഞ് ജനിച്ചെന്നും പറഞ്ഞ അമ്മ തുള്ളി ചാടുകയാണല്ലോ. എന്താ ഒരു കാര്യം അറിഞ്ഞോ? ഈ വീട്ടിൽ ആൺകുഞ്ഞ് ജനിച്ചിട്ടില്ല. പിന്നെ അവളുടെ കയ്യിലിരിക്കുന്ന പെൺകുഞ്ഞാണെന്നാണോ നീ പറയുന്നത്? അത് ആൺകുഞ്ഞ് തന്നെയാ, പക്ഷെ ഇത് ഇവിടുത്തെ കുട്ടിയല്ല, പപ്പന്റെ ഹേമയുടെ കുട്ടിയാ. ഒരുമാതിരി വൃത്തിയായിട്ട് പറയരുത്. നീ കളിച്ചതൊക്കെ മതിയടാ. ഞങ്ങൾ ആശുപത്രി പോയി എല്ലാവരും അറിഞ്ഞു. അമ്മ ഇങ്ങോട്ട് മാറിക്കേ. ഏത് ആശുപത്രിയില്? മിണ്ടി പോരുത്.
അസൂയാണമ്മേ അസൂയ. ഇവിടെ ഒരു ആൺകുഞ്ഞ് ജനിച്ചപ്പോ മുതൽ തുടങ്ങിയത് ഇവർക്ക് ഈ അസുഖം. എന്നിട്ട് ഇപ്പൊ ഓരോ നുണക്കഥകളും കൊണ്ട് വന്നിരിക്കുന്നു. നുണക്കഥ ഉണ്ടാക്കുന്ന ഇവനാ. അമ്മേ, അമ്മ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു. നീ മിണ്ടി പോരുത്. രണ്ടാളും എന്റെ കണ്ണുമുപ്പി കണ്ടുപോരുത്. അറിയാൻ പോടാ. ഇപ്പോ എങ്ങനെയുണ്ട്? അതാണ് ഈ ഉർമീസ്. മുതലാളി എന്തൊക്കെ ചെയ്തു? വിരട്ടി, ആളെ വിട്ട് തല്ലിച്ചു. എന്നിട്ട് വല്ല ഗുണവുമുണ്ടായോ? ഇനി നോക്കിക്കോ, പപ്പരാജനല്ല അവന്റെ അപ്പൻ രാജനായാലും നമ്മൾ വരച്ചവരെ നിൽക്കും. അതാണ് ഉർമീസ്. ഉറുമിയായാലും കൊള്ളാം, ചുരുകിയായാലും കൊള്ളാം, പറഞ്ഞ കാര്യം നടക്കണം. ഇനി ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പോലും പത്രത്തിൽ വരാൻ പാടില്ല. വരില്ല. ഇനി ഈ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതല്ല എന്ന് പത്രത്തിൽ അച്ചടിച്ചു വരാതെ അവന്റെ കുഞ്ഞിനെ അവന് കിട്ടില്ല. അതാണ് ഉർമീസ്. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ഈ അതാണ് ഉറുമീസ് എന്ന് അപ്പ ഇങ്ങോട്ട് പറയണ്ട. ഇല്ല, പറയില്ല. മുതലാളിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് മേലിൽ ഞാൻ മിണ്ടില്ല. അതാണ് ഉർമീസ്. ഓ, കൈ കഴിക്കുന്നു. അമ്മേ, ഹോർലിക്സ്. ഇങ്ങോട്ട് വന്നേ. ഹോർലിക്സ് കുടിക്കമ്മേ, ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഒരാൺകുഞ്ഞിനെ നോക്കി നോക്കി ഒരുപാട് വലഞ്ഞതല്ലേ. അമ്മേ, ദേ നോക്കി ആരൊക്കെ വന്നിരിക്കുന്നതെന്ന്. ഈ തറവാട്ട് ജനിക്കുന്ന ആദ്യത്തെ ഇരട്ട കുട്ടികളാണ്. കാര്യം പെണ്ണായി പോയി എന്നുള്ള ഒറ്റ കുറവേ ഉള്ളൂ. അതല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ പക്ഷത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അമ്മേ? കാര്യം ഞാൻ റേഷൻ കടയിൽ കരിഞ്ചന്തക്കാരനാണ്, പൂഴ്ത്തിവയ്പ്പുകാരനാണ്, തൂക്കത്തിൽ തട്ടിപ്പ് കാണിക്കുന്നവനുമാണ്. പക്ഷെ ജീവിതത്തിൽ അതും എന്റെ അമ്മയോട് എന്തെങ്കിലും ഒരു ചതി, ഒരു വഞ്ചന ഞാൻ ചെയ്തിട്ടുണ്ടോ? അമ്മ പറ, മോള് കരയാതെ. ഓരോരുത്തരുടെ അമ്മയുടെ സ്വത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ വരെ വിൽക്കാൻ തയ്യാറാ. എനിക്ക് സ്വത്തും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. കുഞ്ഞിനെ പിടി. പക്ഷെ ഞാൻ എന്റെ അമ്മയെ ചതിക്കില്ല. ഇവിടത്തെ ചതിയന്മാരെ ഞാൻ അനുവദിക്കുകയില്ല. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി ഞങ്ങളിവിടെ ഉണ്ടാവും. ആ വടക്കേറ്റത്തെ മുറിയില്ലേ? വടക്കേറ്റത്തെ മുറിയിൽ ഇപ്പൊ ഞങ്ങളാ. അതുകൊണ്ട് തന്നെ തെക്കേറ്റത്തെ മുറിയിലോട്ട് പൊക്കോ. ചേട്ടൻ ഇങ്ങോട്ട് താമസം മാറ്റിയോ? മാറ്റേണ്ടി വന്നു. നമ്മുടെ അമ്മ ഇങ്ങനെ ഒരു ചതിക്കുഴി വിട്ടിട്ട് പോകാൻ പറ്റുമോ? എന്താ ഹേമേത്, നീ എന്താ ഫോൺ എടുക്കാറുന്ന്? ഹലോ ഹലോ. താനാണ് കൊള്ളാമല്ലോടോ. രണ്ടാം ഭാഗവും പ്രിന്റ് ചെയ്യാൻ കൊടുത്തു അല്ലേ? തനിക്ക് തന്റെ കുഞ്ഞിനെ കുറിച്ച് യാതൊരു ചിന്തയില്ലേ? ഹലോ നമ്പേതിരി, ഞാൻ പറയുന്ന കൂടി ഒന്ന് കേക്ക്. എടാ തെണ്ടി, മര്യാദക്ക് എന്റെ കുഞ്ഞിനെ തരുന്നതാ നല്ലത്. പപ്പന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് നീ തട്ടിക്കൊണ്ടുപോയതേ എന്റെ കുട്ടിയാ. ഹലോ ഹലോ, നിങ്ങളാരാ? ഞാൻ ബാലു, ബാലചന്ദ്രൻ ഉണ്ണിത്താൻ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിനക്കെന്നെ അറിയില്ല, കൊത്തി നുറുക്കും ഞാൻ. റാസ്കൽ. എടാ ഉറുമീസേ, ഇത് പപ്പന്റെ കുട്ടിയല്ല, വേറെ ആളുടെ കുട്ടിയാണെന്ന്. ഓ, നിന്നെയൊക്കെ ഇത് ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. മുതലാളി, പപ്പന്റെ വീട്ടില്, അവന്റെ മുറിയില്, അവന്റെ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുട്ടിയല്ലേ പപ്പന്റെ കുട്ടി. വേണമെങ്കിൽ ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. നമുക്ക് ചോദിക്കാം. ആരോട്? കുഞ്ഞിനോട് തന്നെ ചോദിക്കാം. ആ പൊടിക്കുഞ്ഞിനോടോ? പൊടിക്കുഞ്ഞിനോടല്ല, അലിക്കുഞ്ഞിനോട്. അലിക്കുഞ്ഞാ വീട് കാണിച്ചു തന്നത്. അലിക്കുഞ്ഞ് വേണ്ട, ഒരുത്തരോടും ചോദിക്കണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. മര്യാദയ്ക്ക് പപ്പന്റെ കുട്ടിയെ എവിടെ എത്തിച്ചോണം. ഇല്ലെങ്കിൽ നമ്പ്യാതിരി മഹാപേശക കൊന്നുകളായി നിന്നെ. മുതലാളി, ഈ ഉറുമീസ് ആരാന്ന്? അലിക്കുഞ്ഞെ, ഓ, ഇത് തന്നെയല്ലേ പപ്പന്റെ വീട്? ആ അതെ. ഇനി വീട് മാറിപ്പോയി, കുട്ടി മാറിപ്പോയി എന്നൊന്നും പറയില്ലല്ലോ. വാ വാ. കുഞ്ഞിന്റെ കരച്ചിൽ. പതുക്കെ. ശരിയാ, പപ്പന്റെ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടല്ലോ. അത് പപ്പന്റെ കൂട്ടുകാരന്റെ വീടാ. ഇനി അതായിരിക്കും പപ്പന്റെ കുട്ടി. ശരിയാ, നമ്മൾ ഇനിയും ഇവിടെ വരുമെന്ന് അവനറിയാം. അവരെ നമ്മളെ പറ്റിക്കാൻ പിന്നെ കുട്ടിയെ മാറ്റി കാണൂ. ഉറുമീസിനെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട. എടുക്ക്, കത്തി എടുക്കാൻ. വാ. ഇതെന്താണോ ഉറുമീസ ഈ കാണിച്ചിരിക്കുന്നത്? ഇത്രയും പിള്ളേരോ? അവിടെ അടുത്തുള്ള മുഴുവൻ കുട്ടികളുമുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കും പപ്പന്റെ കുട്ടി ഏതാന്ന്. അതാണ് ഉറുമീസ്.
ആ പ്രദേശത്ത് ഇത്രേ ഉള്ളായിരുന്നോ? വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, നാരായണൻ കുട്ടി. ആ കുട്ടിയെയും കൊണ്ടുവന്നിട്ടുണ്ട്. അലിക്കുഞ്ഞ്, അവന്റെ കെട്ടഴിക്ക്. ശബ്ദിച്ചു പോകരുത്, കൊന്നുകളയും. പറയടാ, പപ്പന്റെ കുട്ടി ഏതാ? തൊട്ടിലുണ്ട്. അത് മനസ്സിലായി. തൊട്ടിലീ കിടക്കുന്നതിലേതാന്നാ ചോദിച്ചത്? ഞാൻ കാണിച്ചേരാ, ഇതാ. ഇത് തന്നെയാണല്ലോ. തെറ്റിച്ച് കാണിച്ചാൽ കൊത്തി നുറുക്കിക്കളയാൻ. എന്നതേ ഇതാ. കള്ളം പറയുന്നോടാ. ഏതാ പപ്പന്റെ കുട്ടി? സത്യമായിട്ടും ഇതാ. അപ്പൊ ആദ്യം കാണിച്ചതോ? ഇതാ ശരി. തല്ലരുത്, ഇതാ പപ്പ സാറിന്റെ കുട്ടി. എന്താണോ ഉർമീസ ഇത്? മുതലാളി സമാധാനമായിട്ടിരിക്കുക. ഇവനല്ല, ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്ക് അപ്പൂപ്പ ഇല്ല. വീരപ്പന്റെ കഥ പറഞ്ഞ നാശം. ഇതിലും ഭേദം ആ റിപ്പോർട്ട് അങ്ങ് പ്രസിദ്ധീകരിക്കാൻ വിടുന്നതാ. എടാ, പപ്പന്റെ കുട്ടി മാത്രം മതി ഇവിടെ. ബാക്കി എല്ലാത്തിനും കളഞ്ഞേക്ക്. ഇപ്പൊ തന്നെ കളഞ്ഞേക്കാം. അതാണ് ഉർമീസ്. അല്ല, പപ്പന്റെ കുട്ടി ഇതിലേതാന്ന് ഇനിയും പിടികിട്ടിയില്ല. അതിനൊരു വഴിയുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. നമുക്ക് ആ കുട്ടിയെ തുറന്നു വിടാം. ഏത് കുട്ടിയെ? പപ്പന്റെ കുട്ടിയെ? അല്ല, നാരായണൻ കുട്ടിയെ. എന്നിട്ട് അവൻ വീട്ടിൽ ചെന്ന് കുട്ടികളുടെ തന്തമാരെയെല്ലാം കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് രഹസ്യമായിട്ട് ഒളിച്ചിരിക്കാം. അവരവരുടെ കുട്ടിയെ അവരവർ വന്നെടുക്കും. അപ്പോ പപ്പന്റെ കുട്ടിയെ നമുക്ക് തിരിച്ചറിയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അതാണ് ഉർമീസ്. എടാ പൊട്ട, അവര് പോലീസിൽ വിവരം അറിയിച്ചാലോ? അതിനു മുമ്പ് നമ്മൾ അറിയിക്കും പോലീസിൽ. എന്ത്? അവര് പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് നമ്മൾ ആദ്യമേ അറിയിക്കും. അല്ലെങ്കിൽ അത് വേണ്ട, പോലീസുകാർ ചിലപ്പോ കുഴപ്പമുണ്ടാക്കും. മുതലാളി, അവര് വരുന്നുണ്ട്. ആ നാരായണൻകുട്ടി എല്ലാരും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പോലീസിൽ അറിയിക്കാനൊന്നും അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അവന്മാര് നേരിട്ട് തന്നെ വരും. ഇനി എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നമുക്ക് ഒളിച്ചിരിക്കാം. അതായത് അവർ വരുന്നു, കുട്ടികളെ എടുക്കുന്നു. പപ്പൻ എന്തായാലും സ്വന്തം കുട്ടിയല്ലേ എടുക്കൂ. അപ്പൊ നമ്മൾ അവരെ പിടികൂടുന്നു. വാ. ഇതെന്താണ്, പത്മവ്യൂഹമോ? ഇത് പത്മവ്യൂഹമാണെങ്കിലേ ഞാൻ അഭിമന്യുവാ. അഭിമന്യു പത്മവ്യൂഹത്തിനകത്ത് കിടന്ന് ചത്ത ആളല്ലേ? അത് പണ്ട്. നിൽക്ക്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി പൊയ്ക്കൊള്ളൂ. ഞങ്ങൾക്കാവശ്യം ഇവനെയാണ്. ഇവനെയും കുട്ടിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ എല്ലാവരുടെ ജീവനും അപകടത്തിലാവും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ എല്ലാവർക്കും നല്ലത്. പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. നിന്റെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തി ഈ ഉർമീസിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലടാ. മുതലാളി, ദേ ഇവന്റെ കയ്യിലിരിക്കുന്ന കുട്ടിയാണ് ഇവന്റെ കുട്ടി. കുട്ടിയെ വാങ്ങിച്ചോളൂ, അങ്ങോട്ട് കൊടുക്കടാ. എടാ, ബഹളം ഒന്നും വെക്കണ്ട, കുഞ്ഞിനെ അവൻ തന്നോളും. അയ്യൊന്ന് പൊയ്ക്കോ. എടാ ഉർമീസേ, ഇത് കുട്ടിയല്ല, ബൊമ്മയാണ്. വിടരുന്നവരെ പിടിക്കടാ. ഉർമീസിനെ പിടിക്കാൻ നോക്കിയേ.
സമയമായിട്ടില്ല, ഇടിച്ച് നിരത്ത്. നിന്റെ ഉറുമീസ അടിച്ചു കൂടാ ഉറുമീസ ഇല്ല, സമയമായിട്ടില്ല. ഇവൻ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. മക്കളെ കരയാതെ നമുക്ക് ഇപ്പം വീട്ടിൽ പോവാം. ഇല്ല, ഇതിലാകെ ഒരു ഉണ്ടേ ഉള്ളൂ. അത് ഞാൻ 1972 മുതൽ കാത്തു സൂക്ഷിക്കുന്ന ഉണ്ടയാ. ആ ഉണ്ട ഈ തെണ്ടിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറില്ല. ഇവര് പാർട്ടി അമ്മാവന് പോലും പറ്റിയോ? ഒന്നുമില്ല വരുവനെ